അന്യഗ്രഹ ജീവിയെ പ്രതിഷ്ഠയാക്കിയ ഒരു ക്ഷേത്രം. ഈ അന്യഗ്രഹ ദൈവത്തിന് പ്രകൃതി ദുരന്തങ്ങളെ തടയാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ചിലർ അന്യഗ്രഹ ജീവികളോട് സംസാരിച്ച് അനുമതി വാങ്ങിയ ശേഷമാണത്രേ ക്ഷേത്രം നിർമ്മിച്ചത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സേലത്താണ് ഈ വിചിത്ര ക്ഷേത്രമുള്ളത്. അമ്പലം പണികഴിപ്പിച്ച ലോകനാഥൻ എന്ന യുവാവിന് പറയാനുള്ളതും ഏറെ വിചിത്രമായ കാര്യങ്ങളാണ്. ഭൂമിക്ക് പുറത്ത് അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടി കാലങ്ങളായി ശാസ്ത്രലോകം അലയുമ്പോഴാണ് അന്യഗ്രഹ ജീവിയെ പ്രതിഷ്ഠയാക്കി ഒരു ക്ഷേത്രം ഉയർന്നിട്ടുള്ളത്. രാജ്യത്ത് എന്നു മാത്രമല്ല, ലോകത്ത് തന്നെ ആദ്യമായാകും ഇത്തരമൊരു ആരാധനാലയം. സേലം ജില്ലയിലെ മുല്ലമുപ്പമ്പട്ടിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. പ്രദേശവാസിയായ ലോകനാഥനാണ് ഇതിനു പിന്നിൽ. വെറുതെ ക്ഷേത്രം നിർമ്മിക്കുകയല്ല, അന്യഗ്രഹ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്നയാളാണ് ഈ ലോകനാഥൻ. സിനിമാ താരങ്ങൾക്ക് വരെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഇതിലിത്ര പുതുമയെന്താണെന്ന് ചിന്തിക്കാൻ വരട്ടെ. പരമ്പരാഗത ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം. താൻ അന്യഗ്രഹ ജീവികളോട് സംസാരിച്ച് അനുമതി വാങ്ങിയ ശേഷമാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ലോകനാഥൻ പറയുന്നു. വ്യത്യസ്തമായി ക്ഷേത്രം നിർമ്മിച്ചെങ്കിലും പരമ്പരാഗത ദൈവങ്ങളെ ഒന്നും ഇയാൾ ഒഴിവാക്കിയിട്ടില്ല. 1 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. അന്യഗ്രഹ ജീവിയുടെ വിഗ്രഹത്തിന് പുറമെ ശിവൻ, പാർവതി, മുരുകൻ, കാളി തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ഭൂനിരപ്പിൽ നിന്ന് 11 അടി താഴ്ചയിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അന്യഗ്രഹ ജീവിയെ ആരാധിക്കുന്നതിലൂടെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ലോകനാഥന്റെ അവകാശവാദം. വിചിത്രമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. ലോകത്ത് മഹാദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയെ സംരക്ഷിക്കാൻ അന്യഗ്രഹ ജീവികളെത്തും. ആദ്യത്തെ കോസ്മിക് ദൈവമായിട്ടാണ് ലോകനാഥൻ അന്യഗ്രഹ ജീവികളെ കണക്കാക്കുന്നത്. ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും തൊഴിൽപരമായ മുന്നേറ്റത്തിനുമൊക്കെ അന്യഗ്രഹ ജീവികളെ ആരാധിക്കുന്നത് നല്ലതാണെന്ന് ലോകനാഥൻ പറയുന്നു. അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ ഉപദ്രവിക്കില്ല. ദേഹത്ത് വാഴയില പൊതിഞ്ഞാൽ അന്യഗ്രഹ ജീവികളുടെ റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാം. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ അവർക്ക് കൊമ്പുകളില്ല. മനുഷ്യരുമായി രൂപസാദൃശ്യമുണ്ട്. വരുംകാലത്ത് കൂടുതൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തുകയും നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുമെന്നും ഇയാൾ പറയുന്നു. നിരവധി പേരാണ് ക്ഷേത്രം കാണാൻ ഇവിടെ എത്തുന്നത്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമുള്ള കാര്യങ്ങളല്ല ലോകനാഥൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നവരിലേറെ പേർക്കും കൗതുകത്തിനപ്പുറം എന്തെങ്കിലും വിശ്വാസമുണ്ടെന്ന് കരുതുക വയ്യ.